പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ 8-ാം തീയതി, അതായത് 1200 വൃശ്ചിക മാസം 23-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ തൃശ്ശൂരിൽ പ്രാദേശിക സൂര്യോദയം കാലത്ത് 6:34 മത്സ്യമയം വൈകിട്ട് 5:59 നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് രാഹുകാലം 5:04 മുതൽ 6:34 വരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാകുന്നു. നാം പ്രായണ ശുഭകാര്യങ്ങൾക്കൊക്കെ ചതയ നക്ഷത്രം സ്വീകരിക്കാറുണ്ട്. അതിശക്തമായ സാന്നിധ്യമുള്ള ചൈതന്യമുള്ള നക്ഷത്രമാകുന്നു ചതയ നക്ഷത്രം. ഇത് അസംബ്ലിംഗ് ഓഫ് 100 സ്റ്റാർസ്, 100 നക്ഷത്രങ്ങളെ കൂട്ടമാകുന്നു. അതുകൊണ്ടാണ് ഈ ചതയ നക്ഷത്രത്തിന് ശതഭിഷക് എന്ന പേര് നാം സ്വീകരിച്ചിരിക്കുന്നത്. നാളത്തെ തിഥി കാലത്ത് 9:30 വരെ സപ്തമി തിഥിയും 9:30 ശേഷം വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. അഷ്ടമി ഒരു ഒഴിഞ്ഞ തിഥിയാകുന്നു. നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല. പ്രത്യേക സാമ്പത്തികമായ വിഷയങ്ങളിൽ ഒഴിഞ്ഞ തിഥി നാം സ്വീകരിക്കാറില്ല. അത് പലപ്പോഴും നഷ്ടമുണ്ടാക്കുന്നു. ഒഴിഞ്ഞ തിഥികളാകുന്നു ചതുർത്ഥി 4-ാമത്തേത്, നവമി 9-ാമത്തേത്, ചതുർദശി 14-ാമത്തെ തിഥികൾ. ഈ 3 തിഥികളും വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും രിക്താതിഥികളാകുന്നു. പിന്നീട് അഷ്ടമി തിഥിയും ഗുണമല്ല. വെളുത്ത പക്ഷത്തിലെ അഷ്ടമിയും ഒരു ശുഭകാര്യങ്ങൾക്കും നാം പറഞ്ഞിട്ടില്ല. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ നാളത്തെയുള്ള നിങ്ങൾ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾക്ക് കാലത്ത് 10:30 മുതൽ 12:30 വരെയുള്ള സമയം മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാം. ചതയ നക്ഷത്രമാണ്. നാളത്തെ പ്രാർത്ഥന നക്ഷത്രാധിപനാഗ്രഹം രാഹുവാകയാൽ തിരുവാതിര ചോതിച്ചതയം നക്ഷത്രത്തിനെ ഭരിക്കുന്ന രാഹുവാകുന്നു. അതിനാൽ സർപ്പക്ഷേത്ര വഴിപാടുകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തീരും. ഞായറാഴ്ചയാണ്. ശിവനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നാഗങ്ങൾ. വിഷ്ണുവിൻ്റെ സർപ്പമാകുന്നു അനന്തൻ, ശിവൻ്റെ സർപ്പമാകുന്നു തക്ഷകൻ, വാസുകി മുതലായ അതിശക്തമായ നാഗദേവതകൾ. അതിനാൽ നാളെ നിങ്ങൾക്ക് സർപ്പബലി, ആയില്യപൂജ, നാഗങ്ങൾക്ക് 100 പാലും, അതേ രീതിയിൽ ശിവനെ സന്തോഷിപ്പിക്കുവാൻ ശിവന് കൂളമാല, ജലധാര വഴിപാടുകളായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർ അതിശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.